ഇത് അടലോടകം. നമ്മൾ ഒരു എന്താ എനിക്ക് പനിയല്ല ചുമയും പനിയൊക്കെയാണ്. അപ്പം നമ്മൾ ഇന്നൊരു കഷായം വെക്കാൻ പോവാം. ഇത് പനിക്കുറുക്ക ഇല, ഇത് നമ്മുടെ ഇതുണ്ടായിരുന്നു. ഇത് തുളസി ഇല, വെള്ള തുളസി ഇല. ഇത് കാട്ടുതുളസി, പക്ഷെ ഉണ്ടാകുന്നതേ ഉള്ളൂ. കാട്ടുതുളസി എന്ന് പറയും. അതൊരു ഇല, അതുമെല്ലാം ഉണങ്ങിപ്പോയായിരുന്നു, പിന്നെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇത് രണ്ടും രണ്ട് സൈസ് ഇലയാണ്. ഇത് കാട്ടുതുളസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇല അതാണ്. ഇത് തുളസി ഇല. ഇതാണെങ്കിൽ ആടലോടകം, പനിക്കുറുക്ക ഇല. നമുക്കിനി ഇതുണ്ടാക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് നല്ലതായിട്ട് നോക്കിയൊക്കെ എടുത്താൽ കഴുകിയെടുത്ത് ഇടാൻ പോവാണേ. ആടലോടകത്തിൻ്റെ ഇല കണ്ടു. പനിക്കുറുക്ക ഇല, ഇത് തുളസി ഇല, കാട്ടു തുളസിയുടെ ഇല, ഇതെല്ലാം കൂടി ഇട്ട് ഇതിനകത്തോട്ട് കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചതാണ്. ഇവിടത്തെ കുരുമുളക് നമ്മൾ വാങ്ങിച്ച പൊടിയല്ല, പൊടിച്ച് വെച്ച കുരുമുളക്. ഒരു ഇത്രയും കുരുമുളക് ഇട്ട് കൊടുക്കണം. ഒരു ഇത്രയും ചുക്കുപൊടി ഇട്ട് കൊടുക്കണം. ചുക്കുപൊടി ഇട്ട് കൊടുത്തു. ഒരു അര സ്പൂണോളം കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം. കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു. ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് പനങ്കൽക്കണ്ടവും കരിപ്പൊട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ മതി. ഒരു ശകലം ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിയൊക്കെ കൂടുതലല്ലേ, അപ്പോൾ ഇച്ചിരി ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു കുടിക്കാൻ പറ്റാൻ വേണ്ടിയിട്ട്. തുടങ്ങി ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് കൊടുക്കുക. ആടലോടത്തിന് നല്ല കയ്പ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആടലോടത്തിന് കയ്പ്പാണെന്ന്. പിന്നെ കുറേ ഫ്രണ്ട്സുകളുണ്ട്, ജസ്റ്റ് വീഡിയോ കണ്ടു പോകത്തേ ഉള്ളൂ, ലൈക്കും ഷെയറും ഒന്നും ചെയ്യത്തില്ല. ലൈക്കും ഷെയറും ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കിട്ടുമ്പോൾ എൻ്റെ ജീവിതം മാറി മറിയും. ഞാൻ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചത് തിളക്കട്ടെ. ഒത്തിരി ഇതാക്കിയാൽ തിളച്ച് ചാടിയ പിന്നെ കൊള്ളത്തില്ല. പിന്നെ ഞങ്ങൾ 3 പേരാണ്. എൻ്റെ മോള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങാൻ കാരണം നമ്മളെ മുന്നോട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം കുറവായതുകൊണ്ടാണ്. ഞാൻ സാധാരണപ്പെട്ട ഒരു വീട്ടമ്മയാണ്. സാധാരണപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു വീട്ടമ്മയാണ്. പിന്നെ മോളിപ്പം BSc നഴ്സിംഗ് 2ാം വർഷം പഠിക്കുന്നു. അവളെ മുന്നോട്ട് പഠിപ്പിക്കണം. അതിനുള്ള ഒരു ഇതൊന്ന് വെച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത്. ഈ ചാനലിൽ ഞാനിടുന്ന വീഡിയോ ഫ്രണ്ട്സുകളെല്ലാം കണ്ടു പോകുന്നതേ ഉള്ളൂ. എനിക്ക് ലൈക്കോ ഷെയറോ ബെൽ ബട്ടനോ ഒന്നും വെക്കുന്നില്ല. അതെനിക്ക് വിഷമമാണ്. നിങ്ങളെല്ലാം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വീടിൻ്റെയും ഇതൊക്കെ ഞാൻ പിന്നിടുന്നതായിരിക്കും. എനിക്ക് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെപ്പറ്റി ഇതിനകത്ത് പിന്നെ ചോദിക്കാം.